എന്ന് പറയുന്നത് ഇയാള് ഇറങ്ങിയ ശേഷം പിന്നെ ഇയാളപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാളുടെ മക്കൾ ചോദിച്ചത് അച്ഛൻ ഒരു മോഷണ കേസ് പ്രതിയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, മറിച്ച് അച്ഛൻ ഇങ്ങനൊരു കേസ് കൊണ്ട് ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കത്തില്ല, അയാൾ അതുകൊണ്ട് ജയിലിൽ ആരും കാണാൻ ചെല്ലത്തുമില്ലായിരുന്നു, ഒന്നുമില്ല. അതിനുശേഷം ഇയാളത്തെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഡാമേജ് സൂട്ട് ഫയൽ ചെയ്യാന്ന്. പക്ഷെ അയാൾ ഡാമേജ് സൂട്ട് ഫയൽ ചെയ്യാന്ന് മാത്രം ഒന്നിനും അയാൾ വന്നില്ലെന്ന് മാത്രമല്ല യാതൊരു പരാതിയുമില്ല. ഏത് ഈ 289 ദിവസം ശേഷം അദ്ദേഹത്തിന് അതേ കണക്കത്തൊരു ഈശ്വര വിശ്വാസം ഭയങ്കര ഒരു മനുഷ്യനാണ്. അല്ല അങ്ങനെ സഹിക്കാൻ പറ്റുമോ? അദ്ദേഹം അതിനുശേഷം ഒരു പരാതി അദ്ദേഹം കൊടുത്തില്ല. അദ്ദേഹത്തിന് അതിനുശേഷം ആ മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ് അദ്ദേഹത്തിന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. അവര് തിരിച്ചു വിളിച്ചു. അപ്പോഴെന്താ അദ്ദേഹം അവിടെ ചെന്നു, എന്നെ മാനേജ്മെന്റ് വിളിപ്പിച്ചു. അപ്പം ഞാനാണെങ്കിൽ ₹1 വാങ്ങിക്കാതെ കേസ് നടത്തി കൊടുത്തത്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ അഭിഭാഷകർ വളരെ കുറവായി നാട്ടിൽ. കൂടുതലും എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ പരിചയപ്പെടുന്നവരെല്ലാം അങ്ങേക്കറിയാലോ. ഞങ്ങളൊരു ഓഫീസ്, ഞാൻ ലീഗൽ എയ്ഡ് കൂടുതൽ ബന്ധപ്പെട്ട് കൂടുതൽ നമ്മുടെ ഓഫീസിൽ കൂടുതൽ അങ്ങനത്തെ വർക്കാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. കാര്യം ഞാൻ ലീഗൽ എയ്ഡുമായി ഞാൻ ആലപ്പുഴയിലെ ലീഗൽ എയ്ഡ് കൗൺസിൽ കൂടെ ആയിരുന്നു. അപ്പൊ അത് കാരണം നമ്മൾ കൂടുതലും അങ്ങനത്തെ വർക്കാണ്, സോഷ്യൽ വർക്ക് നമ്മൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ കൂടെ വിളിപ്പിച്ചിരുന്നു. ഞാൻ അപ്പൊ അവിടെ ചെന്നപ്പം അവരെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനെ അവിടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ട ശേഷം ഞങ്ങള് വേറൊരാളെ അപ്പോയിന്റ് ചെയ്തു. അതുകൊണ്ട് ഇനി അദ്ദേഹം വരണമെന്ന് പറയാം. അദ്ദേഹം പറയും എനിക്ക് ആ ജോലി വേണ്ട, അദ്ദേഹം അവിടെ ജോലി ചെയ്തോട്ടെ. അത് നല്ല മനുഷ്യനാണല്ലോ. അതാ പറഞ്ഞത്. അതെ, അതുകൊണ്ട് ഇന്ന് അദ്ദേഹം വരാത്ത കാര്യം, ഇത് ചാനലിൽ വന്ന് അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ ഒരു വിഷമം ഉണ്ടാവും. അദ്ദേഹം വരാഞ്ഞത് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ ആ കൊച്ചിനും അതിന്റെ വീട്ടുകാർക്കും നാട്ടിൽ ചെന്ന ഉടൻ എനിക്ക് വേണ്ടി അദ്ദേഹത്തിന് ആലിംഗനം ചെയ്തു. അദ്ദേഹം വരായിരുന്നു പ്രധാനമായിട്ടും വരാനുള്ള കാര്യം. തീർച്ചയായും ആ കുട്ടിക്കും അതിന്റെ വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട, വക്കീല് മാത്രം പോയാൽ മതി, ഞാൻ വരുന്നില്ല. കാരണം ഇനിയൊരു പ്രശ്നം അങ്ങനെ ആലോചിക്കുന്ന കാര്യമില്ല. കാരണം എന്താ അറിയോ, അങ്ങനെ ലൈഫിൽ 289 ദിവസമാണ് പോയത്. ഈ കുട്ടിക്ക് ഒരു ചെറിയ കള്ളത്തരം മാത്രമാണ്. അല്ല, അത് സത്യം തന്നെയാണ്. കാരണം അത് മാത്രമല്ല, അങ്ങനെ അതെങ്ങനെ ക്ഷമിക്കുന്നു എനിക്കറിയത്തില്ല. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടുകാര് എന്നാൽ മകള്, മരുമോൻ, അവരെല്ലാവരും ശരിക്കും അനുഭവിച്ചു. ഇതുപോലുള്ള ഈ വ്യാജ മൊഴികൾ കൊടുക്കുക, വ്യാജ കേസുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം സാധാരണ കാഴ്ചയാണ്. ഇതൊന്നും അപൂർവ സംഭവമൊന്നുമല്ല. ഈ കുറ്റാന്വേഷണം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ അടിവരയിട്ട് കോടതിയിലൊക്കെ വരുന്നത്. അങ്ങേക്ക് എന്താ ഒരു അഭിഭാഷകം എന്നുള്ളതില്ലേ, പ്രത്യേകിച്ച് ഈ പോക്സോ കേസിൽ അങ്ങ് ഇടപെട്ടൊരു അതൊരു വ്യാജ കേസായിരുന്നു എന്ന് അറിയുന്നു. ഇത്രയും ദിവസം ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നു. കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം വിശ്വാസിയാണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നു. നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അല്ലെങ്കിൽ ഈ 289 ദിവസത്തിന് ഈ ശിക്ഷിച്ച കോടതിക്കോ അതല്ലെങ്കിൽ ഈ നടപടിയെടുത്ത പോലീസുകാർക്കോ ഈ കള്ളം പറഞ്ഞ പെൺകുട്ടിക്കോ ഒന്നും ഇയാൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല.